സോ ഹായ് ഓൾ. അപ്പൊ ഇന്ന് ഞാൻ എന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോ എന്റെ വേറൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്തു. സോ നമ്മുടെ ഒരു സ്കൂൾ ഫ്രണ്ട്, അവർ വെരി ക്ലോസ് ഫ്രണ്ട് അബി, അവൻ അയർലൻഡിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ നമ്മൾ അവനെ കാണാൻ പോവാണ്. കുറെ ദിവസമായി വന്നിട്ട്. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് ജസ്റ്റ് വീട്ടിലെത്തിയുള്ളൂ. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് ട്രെയിൻ കയറി, ബസ്സൊക്കെ കയറി എത്തിയുള്ളൂ. എന്നിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് വേഗം റെഡിയായി ഇറങ്ങി. അപ്പോ നമ്മളിപ്പോ പോകുന്നത് കാക്കനാടുള്ള സ്റ്റീമൻ മക്സിലാണ്. ഈ വണ്ടി ഓടിക്കണോണ്ടാണ് എനിക്ക് നോക്കാൻ പറ്റാത്ത. സ്റ്റീമൻ മക്സിലേക്കാണ് നമ്മൾ പോണേ. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അവനാ അവന് ഹൈറൈഡർ. അയ്യോ. Hey Mutti. So this is our Ireland boy. Yeah, that's me. She is Rajapan. Ayyo, finally we four together. Ayyo. ഇത് നിങ്ങളെന്തെങ്കിലും ഒളിച്ചിക്കണേ. ഇത് എന്റെ രാജപ്പന്റെ ഗിഫ്റ്റ് അല്ല, എന്നാലും ഞാനും കൂടെ മേടിച്ചോന്ന് വിചാരിച്ചോ. വിചാരിച്ചോ കേട്ടോ. അതങ്ങനെയല്ല, ഞാനും കൂടെ തന്നായിട്ട് വിചാരിച്ചോളാൻ. ഇടയുടെ ബില്ല് നീ കൊടുക്കും. നമ്മളിവിടുന്ന് പണ്ട് ഫോട്ടോ എടുത്ത് തുറക്കണ്ടോ? എന്താ പേര് ഫോട്ടോ എടുക്കണം? രാജപ്പന്റെ ഫോണിന്റെ സ്റ്റോറേജിന്റെ ഒരു തീരുമാനമായി. ഗൈസ്, ഇത് അഭിനയ. ഗൈസ്, ഇവിടെ വന്നിട്ട് 10 മിനിറ്റ് ഇത് അഭിനയ. ഇപ്പൊ അബി മാത്രല്ല കേട്ടോ, നമ്മുടെ വേറെ 2 ഫ്രണ്ട്സ് കാനഡയിൽ നിന്ന്, എൽമ എൽമ ആൻഡ് ഡെറൻ. ഇവിടെ വെളിച്ചമില്ല കേട്ടോ, ബൈ ദ വേ. എനിക്ക് മുടി വളർത്താൻ ഇഷ്ടമല്ല, അല്ലാണ്ട് വളരാ. ഗൈസ്, ഇത് ഞാനിവിടെ മറച്ചു വെച്ചേക്കണം. എന്ത്? സോ നമ്മള് ഇപ്പൊ എന്റെ കൂടെ സിബിനുണ്ട്, എൽമയുണ്ട്, ഡെറിനുണ്ട്, അബി ഉണ്ട്, രാജപ്പനുണ്ട്. നമ്മൾ ഇത്രയും പേരാണ് സ്റ്റീമൻ മക്സിൽ വന്നത്. ബൈ ബൈ. ബയ്യൊന്നും ഞാൻ തുടങ്ങി നിർത്തിയിട്ടില്ല. ആണോ? ആ എടി, ഇതൊന്നുമില്ല അവിടെ തന്നിട്ട്. ഇത് സ്ഥിരമാട്ടോ. എന്നിട്ടാണ് നീ പറഞ്ഞത് എനിക്ക് വേണ്ടെന്ന്. ആര് പറയട്ടെ, ഇതൊക്കെ എന്റെ വ്ളോഗിന് വരും. അയ്യോ, ഇവൾക്ക് ഭയങ്കര ഇവിടെ നിന്ന് വെളിച്ചം. എന്നെ എടുക്കണ്ട എടുക്കാനുള്ള വായിക്കൂടെ. ഇവിടുന്ന് ഭയങ്കര ഇവിടെ കാണുന്നില്ല. അപ്പൊ എനിക്ക് അതാണോ കിട്ടിയത്? കുടിച്ചോ? ഞാൻ ലാറ്റെ പറയുന്നുണ്ട്, മറ്റേ എടുത്തു. ഹൗ ഇസ് ദാറ്റ്? ഇപ്പളാ റെക്കോർഡായി തുടങ്ങി. ഇറ്റാലിയൻ
ട്രൈ ഒക്കെ ഉണ്ടോ? ഇതൊന്നും ട്രൈ ചെയ്യണം. ആർക്കാ ആഴ്ചയിൽ 2 ദിവസം ഡ്രോപ്പ് ചെയ്തിട്ട് നീ എന്ന് പറഞ്ഞ ഞാൻ ഡെറിനെ കാണില്ല. ബൈ 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 ബൈ. ഓക്കെ, സീ യു. ബൈ 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 ബൈ. ബൈ ബൈ ബൈ. അപ്പൊ ഞങ്ങളും ബൈ നമ്മുടെ അവിടത്തെ ബൈ ബൈ ബൈ. നീ എന്തിനാ ബൈ പറഞ്ഞേ? അപ്പൊ ശരി, ബൈ. അങ്ങനെ എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. ആൻഡ് ഞാനും രാജപ്പനും നേരെ ചോക്കോ ലിക്കിലേക്ക് വിട്ടിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് അങ്ങനെ ഫുഡൊന്നും കാര്യമായിട്ട് കഴിച്ചില്ല ആക്ച്വലി. സോ എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ചോക്കോ ലിക്കിൽ പോവാമെന്ന്. ആൻഡ് വി ഓർഡർ ദിസ് ചോക്കോ പിരമിഡ് ഫസ്റ്റ്. നൈസ്. ക്രിസ്പി. അതിപ്പോ തീരുമല്ലോ. ഇഷ്ടപ്പെടും. നല്ല ഭക്ഷണം, ടേസ്റ്റ് നല്ല ടേസ്റ്റ് കേട്ടോ. സ്റ്റൂബിഡ്. എന്നിട്ട് ഞാൻ തണുത്ത പോലെ. ആൻഡ് ദെൻ വി വർ ഹാവിങ് സം സീരിയസ് ഡിസ്കഷൻസ്, ടോക്സ് ആൻഡ് ഓൾ ദാറ്റ്. കാരണം നമ്മൾ വല്ലപ്പോഴൊക്കെ കാണുന്ന ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമുക്കൊരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവുമല്ലോ. സോ ഇടയ്ക്ക് കാണുമ്പോഴാണ് ഒരു 3-4 മാസത്തെ കാര്യങ്ങൾ ഒരുമിച്ച് സംസാരിക്കുന്നത്. സോ ആ ഒരു ഡിസ്കഷൻസ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. And next we ordered this waffle with chocolate sauce topped with some strawberries. ഇതിൻ്റെ എക്സാക്റ്റ് പേരെന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിവേസ് അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്കിതാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. സ്ട്രോബെറിയുടെ പുളിയും ചോക്ലേറ്റ് വരുമ്പോൾ ബാലൻസ് ആകും. ഞങ്ങൾ ഇഷ്ടമല്ലോ. അത് ഈ സ്ട്രോബെറിയുടെ വരുമ്പോൾ ആ ചോക്ലേറ്റിന് മത്ത് ഡിഷസ് ഒക്കെ ഇപ്പൊ തന്നെ തീരും. ഞാൻ പറഞ്ഞ തീരും. സോ നമ്മൾ ചോക്കോലിക്കിന്ന് കഴിച്ച് ഇറങ്ങി. സോ നൗ ടൈം ഇസ് 6:32. വി ആർ ഗോയിങ് ബാക്ക് ഹോം. സോ ഇനി കാർ പാർക്ക് ചെയ്തേക്കാണ്, പോയി കാർ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുത്തു. വി ആർ ഗോയിങ് ബാക്ക് ഹോം. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നൈസായിരുന്നു ഇന്നത്തെ ദിവസം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഫുൾ ഗ്യാങ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ചു പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 6 പേരുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി നൈസ് ആക്ച്വലി. അപ്പോ രാജപ്പ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? It was great actually. I think Derni Albe ഞങ്ങൾ 4 years കഴിഞ്ഞിട്ട് ഇപ്പഴാണ് കാണുന്നത്. അവർ ഫസ്റ്റ് ടൈം പോയിട്ട് ഇപ്പഴാണ് വരുന്നത്. സോ എനിക്കിത് കൊറേ ഞങ്ങൾ സംസാരിച്ചു, കൊറേ പഴയ സംസാരിച്ചില്ല. ഞങ്ങൾ കൊറേ സ്കൂളിലെ കാര്യങ്ങളും ചെകനായിട്ട് പോയെന്ന് തോന്നുന്നു. ഭയങ്കര രസമായിരുന്നു. ഞാൻ എന്റെ അടുത്ത കാലത്ത് ഈ ഒരു ഓഫീസ് ലൈഫിൽ നിന്നൊരു മോചനം പോലെയാണ് എനിക്ക് തോന്നിയത്. ഇങ്ങോട്ട് വന്നപ്പോ ഇത് നേരല്ലേ, നമുക്ക് നേരല്ലേ, 2 വഴി എടുക്കാം. നേരെ ഇതിവിടെ പോയതോ? ഇതിവിടെ പോവാം. ഇവരോട് സംസാരിച്ചപ്പോ ഭയങ്കര റിലീഫായിരുന്നു. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് സംസാരിച്ചപ്പോ പഴയ ഒരു വൈബ് ഇപ്പോഴും നമ്മള് സംസാരിക്കുമ്പോ ആ സെയിം വൈബാണ് അല്ലെ.
അത് മാറ്റമില്ല. ഒരു മാറ്റം, ആർക്കും ഒരു മാറ്റം. എല്ലാവരും മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും വർക്ക് ചെയ്യണ സ്ഥലവും എല്ലാവരുടെയും എന്താ പറയാ സ്റ്റാൻഡേർഡ്സ് ഒക്കെ തന്നെയായി. പക്ഷെ പണ്ട് കുട്ടികളായിരുന്നു, സ്വഭാവം കച്ചറത്താരോ അതിലൊന്നും ഒരു മെച്ചുവേർഡ് ആയിരുന്നു. പക്ഷെ അവരുടെ ഒപ്പം കൂടുമ്പോ പഴയ ഇമ്മെച്യൂരിറ്റി പിന്നെയും വരുന്നുണ്ട്. എത്ര മെച്ചോടല്ല. എനിവേസ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കാണ്. നമ്മള് എവിടെ എത്തി? നമ്മളിപ്പോ തെങ്ങോട് എത്തി. തെങ്ങോട്. അപ്പൊ ഓക്കെ, ബൈ. ബൈ.